എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ഈ 10 കൊല്ലത്തിനിടയിൽ. നീയും ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് മാറി. മാറാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് നമ്മുടെ ഗ്രീസിലെ ഹെറാക്ലിറ്റസ് മാമൻ പറഞ്ഞത് എത്ര ശരിയാണ്. നമസ്കാരം, വീണ്ടിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. അപ്പൊ നിങ്ങൾ പറയും, ഏയ് ഞാനങ്ങ് മാറിയിട്ടില്ല, ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണെന്ന്. ആ കണ്ണാടി എടുത്ത് വെച്ച് നോക്ക്, മുടിയൊക്കെ എവിടെ പോയി? കണ്ട 2 നര കണ്ട. പിന്നെന്താ വിചാരിച്ചേ എപ്പോഴും മമ്മൂട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കുമെന്ന്? അതാണ് പറഞ്ഞത്, എല്ലാവരും മാറി. പണ്ട് രാത്രി ഉറങ്ങി പകല് പണിക്കുമായിരുന്നു എൻ്റെ പൊന്നച്ഛൻ. ഇപ്പൊ പകലുറങ്ങി രാത്രി മൊത്തം ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു അച്ഛൻ. എന്ത് അത് മാറ്റമല്ലേ? പണ്ടൊക്കെ എത്ര താമസിച്ച് ഉറങ്ങിയാലും രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ക്ഷീണവും ഇല്ല. പക്ഷെ ഇപ്പോൾ ഉറക്കത്തിൻ്റെ സമയമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ക്ഷീണമായി, തലകറക്കമായി, ഛർദിയായി, BP ആയി, ഷുഗറായി, ഇയർ ബാലൻസിങ് ആയി. അത് കഴിഞ്ഞ് 2 ദിവസം മറ്റേ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാം ഇരിക്കുന്ന പോലെ എന്തൊക്കെ കുന്തയില്ലാത്ത കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പാണ്. സത്യം പറഞ്ഞാൽ ഉറക്കത്തിനല്ല, ഉറക്കത്തിൻ്റെ ഉദ്ദേശത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. പണ്ടൊരു കിണറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി അതിലോട്ട് എത്തി നോക്കിയില്ലെങ്കിൽ മനസ്സിന് എന്തോ പോലെയാണല്ലേ. പക്ഷെ ഇപ്പോൾ ഒരു കിണർ കണ്ടാൽ എത്തി ഇപ്പോൾ എത്തി നോക്കാൻ കിണറെവിടെ? ഇപ്പോൾ ഉള്ള എല്ലാം മറ്റേ കുഴൽ കിണറല്ലേ. ഇതിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത്. എൻ്റെ അറിവിൽ പണ്ടൊന്നും വിരുദ്ധാഹാരങ്ങൾ ഇല്ലെന്നാണ് തോന്നുന്നത്. സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് വയറ് നിറയെ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ പോകും അപ്പുറത്തെ മീനാമിയുടെ വീട്ടിൽ നിന്ന് പഴംപൊരിയും കഴിച്ചുകൊണ്ട് നേരെ വല്ല കണ്ടവൻ്റെ തൊടിയിലൊക്കെ പോയി മാങ്ങയും പുളിഞ്ചിക്കയും ജാമ്പയ്ക്കൊക്കെ എറിഞ്ഞിട്ട് മൂടോടെ തിന്ന് കറങ്ങി വന്ന് ബിന്ദുവാമിയുടെ കിണറ്റിൽ നിന്ന് വെള്ളവും കോരി കുടിച്ച് വല്ല പേരയിലേയും പറിച്ച് ചവച്ചുകൊണ്ട് നേരെ ഗീതാമിയുടെ വീട്ടിൽ വരുമ്പോൾ ഗീത മമ്മി പകുത്ത കപ്പളങ്ങ തരും. അത് നിന്നുകൊണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് രാമായണം വായിക്കണ പോലെ എന്തെങ്കിലും വായിച്ച് ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വയറ്റിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ പോയി ഏതെങ്കിലും ഒരു കടയിൽ പോയി നമ്മൾ പൂരിയും കഴിച്ച് വേറൊരു കടയിൽ പോയി ജ്യൂസും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാളെടുത്ത് അങ്ങ് മറിയും. പണ്ട് നമ്മൾ വയറ് മനസ്സ് നിറയാൻ വേണ്ടി കഴിച്ചിരുന്നു. ഇപ്പം ഗുളികയ്ക്ക് മരുന്നിനൊക്കെ മുമ്പേ എന്തേലും കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് കഴിക്കണമെന്ന് മാത്രം. പണ്ട് നമ്മൾ എത്രത്തോളം സംസാരിക്കുമോ അത്രത്തോളം നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിന്നിരുന്നു. പണ്ട് ലാൻഡ് ഫോൺ അടിക്കുമ്പോൾ ഓമനമോ അടുക്കളയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞില്ലേ, ചെവിതല കേൾപ്പിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഫോൺ എടുത്ത് 1.5 മണിക്കൂർ ആരുടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോഴാണ് നമ്മൾ അറിയണത് നമ്മുടെ കുടുംബത്തിൽ ഇത്രയും ജനസംഖ്യ ഉണ്ടെന്നുള്ള കാര്യം. അവരുടെ പേരും നാളും ഒക്കെ ഓർമ്മ വെച്ച് പിറന്നാളും കല്യാണവും അടിയന്തരത്തെയൊക്കെ വിശേഷം പറയണ കേൾക്കണം. ചില സമയത്ത് ഉറക്ക ചിരിച്ച്, ചില സമയത്ത് മുണ്ടിൻ്റെ കോന്തലയൊക്കെ പിടിച്ച് മൂക്കും കണ്ണും ഒക്കെ തുടച്ച് അപ്പുറത്തുള്ള ആരുടെയൊക്കെ കാര്യങ്ങൾ ഓതി കൊടുക്കണുണ്ട്. എല്ലാം കഴിഞ്ഞ് ഫോൺ വയ്ക്കുമ്പം 1 മാസത്തെ ഫോൺ ബില്ലിൻ്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമാവും. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ അമ്മമാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം ആരെ വിളിച്ച് സംസാരിക്കാനാ സമയം? പക്ഷെ നമ്മളെ കസ്റ്റമർ കെയർ മുടങ്ങാതെ വിളിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി ഓടിച്ചു പോയി ട്രാഫിക് ബ്ലോക്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ കസ്റ്റമർ കെയർ വിളിക്കും. അപ്പം നമ്മൾ ആരുടെയോ ജീവൻ എന്തോ ആപത്തുണ്ട്, വായു ഗുളിക വേണമല്ലോ എന്ന് വിചാരിച്ച് അന്തം വിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അവന്മാർ പറയും, ഇത് വേണമെങ്കിൽ 1-ൽ അമർത്താൻ, മറ്റേത് വേണമെങ്കിൽ 10-ൽ അമർത്താൻ. ഫോണിൽ കൂടെ കയറി 2 കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ആ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാത്തത് ആ ഫോൺ നമ്മുടെ ആയതുകൊണ്ടും അതിൻ്റെ EMI അടച്ച് തീരാത്തോണ്ടും മാത്രമാണ്. രാത്രിയിൽ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ പേടിയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? കൂട്ടത്തിൽ അമ്മയുടെ ഒരു മുടിഞ്ഞ എക്സ്പ്രഷൻ. ഓ എന്നിട്ട് അയ്യോ ഉള്ളി ആക്ഷൻ ബേഡ്സ് കാര്യം എന്തെന്ന് പറഞ്ഞു തരില്ല. ഈ ഒരു പേടി കാരണം നമുക്ക് 2 അറ്റാക്ക് വന്ന് ടാറ്റയും പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഇമാതിരി എക്സ്പ്രഷൻ ഇട്ട് വീഴണത്. എന്നാൽ ഇപ്പോഴാ രാത്രി മക്കളെ റൂമിലൊക്കെ ഒന്ന് പോയി നോക്കണം, ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ലൈറ്റ് ഇങ്ങനെ മിന്നാമിന്നി പോലെ കത്തി കിടക്കും. അതും രാത്രി 2 മണിക്ക്. പിന്നെ ഇപ്പം എല്ലാം വാട്സപ്പിലാണല്ലോ, അതും ഗ്രൂപ്പ് തിരിച്ച്. കുടുംബക്കാർക്ക് തന്നെ എന്തെല്ലാം ഗ്രൂപ്പ് പേരെന്നറിയോ? കിടിലൻ കുടുംബം, ചങ്ക് കുടുംബം, ഇടിക്കെട്ട് കുടുംബം, വെടിക്കെട്ട് കുടുംബം, കലിപ്പ് കുടുംബം. ഇപ്പം നമ്മളെ റീയൂണിയൻ ബാച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഓർമ്മപ്പൂക്കൾ, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, ഓർമ്മകൾ മതിരിക്കട്ടെ, അങ്ങനെ പോകും കുറച്ച് പിന്നെ. ഇതിന് സ്കൂളിൽ പാരൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ ഉൾപ്പെടുന്ന അമ്മമാർക്ക് ഗ്രൂപ്പുണ്ട്, കുട്ടീസ് ചുട്ടീസ്. ഇതിലൊക്കെ കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള വല്ല കാര്യം പറയണമെന്ന് പറയും. ഈ അമ്മമാരുടെ അലപ്പറകളാണെന്നേ കൂടുതലും. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം തന്നെ വലിയ മാറ്റമല്ലേ. പണ്ടൊരു സെലിബ്രിറ്റിയോ ഒരു രാഷ്ട്രീയക്കാരനോ എന്തേലും പറഞ്ഞാൽ നമ്മളതൊക്കെ കേട്ടിട്ട് കൈയടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. ഇപ്പം അതാണോ? ഓരോ വാക്കിൻ്റെ അളവും തൂക്കവും ഒക്കെ മുറിച്ചെടുത്ത് എഡിറ്റ് ചെയ്ത് കുരിശി കയറ്റാൻ വരെ ഒരുപാട് യൂദാസന്മാരാണ്. അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ കേട്ടാൽ നമുക്ക് തോന്നും ഇങ്ങേർക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ സ്റ്റാൻഡപ്പ് ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ കേട്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും വേണ്ട, ഒരു ഫോട്ടോ എടുക്കാൻ പണ്ടൊരു കെടാക്ക് ക്യാമറ നേരെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം, സ്മൈൽ പ്ലീസ്, തീർന്നൊരു ഫോട്ടോ. ഇപ്പം അങ്ങനെയാണോ? കണ്ണി കണ്ടവരെല്ലാം ഫോണും പിടിച്ചുകൊണ്ട് തറയെ കിടന്നെടുക്കണോ മാനത്ത് പറന്നെടുക്കണോ എന്നുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും അവർക്ക് റീച്ച് മാത്രമാണ് മുഖ്യം ബിഹിലെ. ഇനി ടെലിവിഷനിൽ വന്ന മാറ്റങ്ങളോ? പണ്ട് ഒരു ദൂരദർശൻ, ഒരു സിനിമ, ഒരു വാർത്ത, ഒരു ജയ് ഹനുമാൻ, ഒരു ശക്തിമാൻ, ഒരു ചിത്രഗീതം, പിന്നെ ഡൽഹി റീൽ. അതെന്താണെന്ന് അന്നും ഇന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴോ ചാനലുകളോടെ ചാനലുകൾ, മത്സര ചാനലുകൾ, വാർത്ത തന്നെ 24 മണിക്കൂറും. ഒരു ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ്, മറ്റേ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ്, അപ്പുറത്തെ ചാനലിൽ ഈ ബ്രേക്കിംഗ് ന്യൂസ് തന്നെ വേറെ ആംഗിൾ. പിന്നെ 3D ന്യൂസാണ്. ഈ ബോംബ് പൊട്ടുന്നതും ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇടിക്കുന്നതും നമ്മളെ നെഞ്ചത്താണ്, ഇടിച്ചങ്ങ് പൊട്ടും.
24 മണിക്കൂർ സിനിമ, 24 മണിക്കൂറും കാർട്ടൂൺ, അതും പേര് പോലും വായിക്കാൻ അറിഞ്ഞുകൂടാത്തത്. പിന്നെ ഓരോ പാർട്ടിക്കും ഓരോ ചാനലാണ്. അതാത് പാർട്ടിക്കാർ അവരോരോ ചാനൽ വെച്ച് ന്യൂസൊക്കെ കേട്ട് മനസ്സംതൃപ്തി അടയുക. പിന്നെ ആകെ ഉള്ള ഒരു ഒറ്റക്കെട്ടെന്ന് പറയുന്നത് ഒരു ചാനലുകളും സത്യം പറയില്ല എന്നുള്ളതാണ്. അത് തന്നെ വലിയ മാറ്റമില്ലേ. ഏറ്റവും വലിയ മാറ്റം അത് രാഷ്ട്രീയത്തിലാണ്. ഇന്ന് ഈ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് ആ പാർട്ടിയെ കുറ്റം പറഞ്ഞവൻ നാളെ നേരം വെളുക്കുമ്പോൾ ആ പാർട്ടിയുടെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഉപ്പുമാവ് തിന്നുകൊണ്ട് ഈ പാർട്ടിയെ കുറ്റം പറയും. സ്ഥാനമാനങ്ങൾ തന്നില്ലെങ്കിൽ പാർട്ടി സൂക്തങ്ങൾക്ക് ഒരു വിലയുമില്ല. നമ്മളെ പണ്ടത്തെ മഹാന്മാരെ പോലെ ചോരയിൽ അലിഞ്ഞു ചേർന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇന്ന് ആർക്കും ഇല്ലെന്നേ. പക്ഷെ മാറ്റമില്ലാത്ത ഒരേ ഒരു ഡയലോഗ് ഉണ്ട്. അന്ന് ഇന്ന് എല്ലാ പാർട്ടിയിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പറയും, ഞങ്ങൾ ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ്. ഏത് വികാരമാണെന്ന് മാത്രം ചോദിക്കല്ലേ, ഒരുപാട് വികാരങ്ങളുണ്ടല്ലോ അല്ലേ. തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെവിക്കോൾ ഒട്ടിച്ചോലെ കയറി ഇരിക്കണം എന്തിന്, രാജിവെച്ചിട്ട് അങ്ങ് പൊക്കൂടെയെന്നു. അറ്റ കൈക്ക് ഒരു 5-6 പെണ്ണ് കേസ് അങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കണം. അല്ല പിന്നെ ഇനി സിനിമയിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണണം. നമ്മളൊരു സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ നായകനൊക്കെ 10 പേരെ ഇടിച്ചിട്ടിട്ട് ഇങ്ങനെ വരുമ്പം തിയേറ്റർ ഒന്ന് ഇളകും. ഇപ്പോഴുള്ള നായകന്മാരെ കണ്ടിട്ടുണ്ട്, ഒരു കൂറ ലുക്കും, കയ്യിലില്ലാത്ത തോന്നിവാസം ഒന്നുമില്ല. ഉള്ള കൊട്ടേഷൻ ടീമിലൊക്കെ പോയി ചേരുകയും ചെയ്യും. ഈ വില്ലന്മാരെ, പണ്ടത്തെ വില്ലന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോഴുള്ള വില്ലന്മാരൊക്കെ നല്ല ചോക്ലേറ്റ് ബോയ് ലുക്കാണ്. എന്നാലും നായികയ്ക്ക് നായകനെ തന്നെ വേണം. അല്ലെങ്കിൽ നല്ല പയ്യന്മാർക്കൊന്നും ഇപ്പോഴും പെണ്ണ് കിട്ടാനില്ല. പണ്ടത്തെ കാര്യമൊക്കെ എല്ലാം കണക്ക് തന്നെയാണ്. പണ്ടത്തെ പാട്ടൊക്കെ കേൾക്കണം, എന്ത് നല്ല പാട്ടാണല്ലേ. നാവിൻ തുമ്പി കിടന്ന് ഇങ്ങനെ കളിക്കും. ഒന്നും വേണ്ട, നമ്മളെ ബാവുക്ക ഒരു പൂ ചോദിക്കണത് എന്ത് സുന്ദരായിട്ടാണ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. എന്നാ ഇപ്പോഴത്തെ പൂ ചോദിക്കണ കണ്ടിട്ടുണ്ടോ? ഹേയ് ബനാനേ ഒരു പൂ തരാമോ, ഹേയ് ബനാനേ ഒരു കായ് തരാമോ. നല്ല മലയാളം സിനിമയൊക്കെ കാണണമെങ്കിൽ നമ്മൾ മലയാള സിനിമയെ കാണാൻ നമ്മൾ ഡബ്ബ് സിനിമ തന്നെ കാണണം. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ മൊത്തം ഇംഗ്ലീഷ് ഡയലോഗുകളാണെന്ന്. എന്തിന് നായകൻ, നല്ലൊരു നായകൻ്റെ സിനിമയുടെ പേരും പറഞ്ഞ് സിനിമയെ പറ്റി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റണില്ല നമുക്ക്. എന്നാൽ ഡബ്ബ് സിനിമയൊക്കെ കാണണം. ഡയലോഗും ആ പാട്ടിൻ്റെയൊക്കെ ഒരു തെളിച്ചം അല്ലു അർജുൻ്റെ കാണണം. ശശിയണ്ണൻ്റെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണ് രണ്ടും ഇരിക്കുന്ന കൊഴുക്കട്ട പോലെ, അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം പോലെ നീ പൊങ്ങുന്നതും നോക്കി ഞാൻ പൂച്ചയെ പോലെ. കല്യാണത്തിൻ്റെ കാര്യത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കല്യാണം ഒരു പുണ്യപ്രവൃത്തി പോലെയും ഒരു നല്ല ചടങ്ങ് പോലെയൊക്കെ ആയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം ഒരു ഉത്സവം പോലെയാണ്. ഒരു 10 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം പോലെ. പണ്ട് ഒരു പെണ്ണ് കാണൽ, ഒരു വീട് കാണൽ, ഒരു കല്യാണത്തലേന്ന് കല്യാണം, പിറ്റേന്ന് ഒരു വിരുന്ന്, കല്യാണം തീർന്നു. ഇപ്പം അതൊക്കെയാണ്. ഇപ്പം പ്രീ വെഡ്ഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്, സേവ് ദ ഡേറ്റ്, ഹൽദി. ഈ സേവ് ദ ഡേറ്റ് ഒക്കെ കാണണം. ബെഡ്ഷീറ്റ് വരെ എത്തി. ഇനി എന്നാണ് കർച്ചീഫ് ആവണേന്ന് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പണ്ട് നമ്മളൊരു സദ്യയൊക്കെ കഴിച്ച് ഒരു നാരങ്ങ മണപ്പിച്ച് വീട് വരെ പോയി ആ സദ്യയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്ലേറ്റും പിടിച്ച് വലിയ തൊപ്പി വെച്ച ചെക്കന്മാരുടെയൊക്കെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ആഹാരത്തിന് നമ്മൾ ഇരക്കണം. അവർക്ക് മൂടുള്ള പോലെ 1-2 ചിക്കൻ പീസ് തന്നാലായി. പിന്നെ എടുത്താൽ പൊങ്ങാത്തൊരു സ്പൂൺ എടുത്ത് സാലഡിൽ വെക്കും. അതാണെങ്കിൽ കിണ്ടിയാലും കയറൂല. 1-2 പ്രാവശ്യം കിണ്ടുമ്പോഴത്തേക്ക് നാണോ മാനോ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വച്ചിട്ട് പോകുമല്ലോ. അതാണ് കണക്ക്. പണ്ട് 90-100 വയസ്സ് വരെ എല്ലാവരും ജീവിച്ചിരുന്നു. അതും ആശുപത്രി പോലും കാണാതെ പെറ്റുകൂട്ടി, അസുഖം പോലും വരാതെ. അവസാന സമയത്ത് 1-2 ദിവസം കിടന്നാലായി. ഇപ്പം 30 ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുനിഞ്ഞൊന്ന് നിവരണമെന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മൂമ്മേരെ പഴയ തുരുമ്പെടുത്ത റങ്ക് പെട്ടി തുറക്കണ പോലെയാണ്. ഈ ഒരുങ്ങി നിൽക്കണമെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. ഒന്ന് ഇരുന്നിട്ട് എണീക്കണമെങ്കിൽ റാംബോ ക്രമോടെ മ്യൂസിക് പോലെയാണ്. പിന്നെ ഇപ്പൊക്കെ ഒരു 60 വയസ്സ് വരെ എത്തിയാൽ തന്നെ മഹാഭാഗ്യം. ആശുപത്രിയിൽ എണ്ണം കൂടിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. വയസ്സും പ്രായമൊന്നും ആരും ഇപ്പം കാണുന്നില്ല. അല്ലെങ്കിലും ഇപ്പം മരണമൊക്കെ വയസ്സും പ്രായവും നോക്കിയിട്ടാണോ? ആർക്ക് എപ്പോഴാണ് പറഞ്ഞത്? കാലിൻ്റെ ടൈം ടേബിളൊക്കെ തെറ്റിക്കിടക്കുകയാണ്. പണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തൊടിയിൽ തന്നെ ഒരു ചിത വെച്ച് തീ കൊളുത്തി 5ൻ്റെ അന്ന് സഞ്ചയാനം, 16, 41 നമ്മൾ പൊടി പൊടിച്ചിരുന്നു. ഇപ്പോഴ് ശാന്തി കവാടം അടയ്ക്കണതിന് മുമ്പ് ബോഡി അങ്ങ് എത്തിക്കണം, ബുക്കിംഗ് എടുക്കണം ആദ്യം. അവിടുത്തെ ബുക്കിംഗ് കിട്ടുന്ന അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നമുക്ക് തീർപ്പാക്കേണ്ടത്. പിന്നെ ജർമ്മനിയിലുള്ള മോന് ലീവ് തീരണതുകൊണ്ട് 2ൻ്റെ അന്ന് സഞ്ചയാനം, 3ൻ്റെ അന്ന് 16, 4ൻ്റെ അന്ന് 41. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യം തന്നെയാണ്. ഒരു പുകയിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാല് വയ്ക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ ഒഴുകി എത്തുന്നത് വേറെ ജലമല്ലേ? അതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ. നമ്മുടെ ഇന്നത്തെ തീയതി തന്നെ എടുക്കും. ഇന്നത്തെ തീയതി ഇനി ഒരിക്കലും വരൂല. എല്ലാ ദിവസവും അങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ചില ഇമോഷൻസ്, സ്നേഹം, സങ്കടം, ദേഷ്യം, നമ്മുടെ കുട്ടികളുടെ കുറുമ്പ്, ഇതൊക്കെ മാറാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ? നാടോടുമ്പോൾ കുറച്ച് നടുവേ ഓടണം. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മാറ്റങ്ങൾ നല്ലതിനാവട്ടെ. നന്ദി, നമസ്കാരം.